യാതൊന്നറിഞ്ഞാലാണോ മറ്റൊന്നും തന്നെ അറിയേണ്ടതായിട്ടില്ലാത്തത്? ആ അറിവ് നീ നേടിയോ? ഉദ്ദാലക മഹർഷിയുടെ ചോദ്യം. ശ്വേതകേതു ആ അറിവ് നേടിയോ എന്നറിയില്ല. ഇന്നും ചോദ്യം പ്രസക്തം. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ആധുനിക ശാസ്ത്രം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആധാർ കാർഡ് പോലും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഞാൻ? ആരാണ് ഞാൻ എന്ന ഈ ചോദ്യം ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു. ശാസ്ത്രം എത്രയോ വളർന്നു, ആത്മീയ ഗുരുക്കന്മാർ എത്രയെത്ര. ഈ ഒരു ചോദ്യം ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു. ഇതിനുത്തരം കിട്ടിയാൽ ലോകത്തിൽ ഇന്നുവരെ നടന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളിലും ഏറ്റവും മികച്ചതായിരിക്കും. നമ്മുടെ വീട്ടിൽ അനേകതരം ആയുധങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ ഉപയോഗം, ഓരോ തരം. എല്ലാം ഇരുമ്പ് കൊണ്ടുള്ളതാണ്. നഖം വെട്ടാൻ, പേപ്പർ മുറിക്കാൻ, പച്ചക്കറി അരിയാൻ, പുല്ല് വെട്ടാൻ, തേങ്ങ പൊതിക്കാൻ, വിറക് വെട്ടാൻ, മരം വെട്ടാൻ, ഇനിയുമുണ്ട് പലതരം. ഇവയെല്ലാം മൗലികമായി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. പുല്ലരിയാൻ ഉപയോഗിക്കുന്ന അരിവാൾ പച്ചക്കറി മുറിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒപ്പിക്കാം എന്നല്ലാതെ സുഖകരമല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ പച്ചക്കറി മുറിക്കുന്ന കത്തി പുല്ലരിയാൻ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാം എന്നല്ലാതെ പൂർണ്ണമായി ഫലം കിട്ടില്ല എന്നുറപ്പ്. അതേപോലെ മറ്റെല്ലാത്തരം ആയുധങ്ങളും അതാതിനുദ്ദേശിച്ചിരിക്കുന്നതിൽ നിന്ന് മാറി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 100% ഫലപ്രാപ്തിയില്ലാതെ ഒരു ഒപ്പിക്കൽ മാത്രമാണെന്ന് കാണാം. എല്ലാം ഇരുമ്പല്ലേ, പിന്നെ എന്താ കുഴപ്പം എന്ന അന്ധമായ ചോദ്യം ചെയ്യൽ തുടരും എന്ന് മാത്രം. നാം ഓരോരുത്തരും ഇതിലെ ഓരോ തരം ആയുധങ്ങളാണ്. എന്നാൽ നാം അറിയുന്നില്ല തൻ്റെ ആകൃതി എന്ത്, അതിൻ്റെ ദൗത്യം എന്ത് എന്ന്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ശേഷിയുടെ കൃത്യമായ വിനിയോഗം നടന്നേനെ. ജീവിക്കാൻ ഞാൻ എന്തറിയണം, എന്ത് പഠിക്കണം, ഏത് മേഖലയിൽ പ്രവർത്തിക്കണം? പച്ചക്കറി അരിയുന്ന കത്തി കൊണ്ട് വിറക് വെട്ടാനോ ഷേവ് ചെയ്യാനോ പോകാതെ അതാതിൻ്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ കൃത്യതയും ഫലപ്രാപ്തിയും ഉണ്ടാവും. നമ്മൾ അതുപോലെ ഒരു ഫലപ്രദമായ ജീവിതത്തിനും ഉടമകളാകും. അപ്പോൾ ഞാൻ ആരാണെന്ന ചോദ്യവുമായി ഒരു ആത്മീയ പുരുഷനെ, ഒരു ഗുരുവിനെ സമീപിച്ചാൽ ഏറ്റവും ദുരൂഹതകൾ കുത്തിനിറച്ചൊരു ഉത്തരമായിരിക്കും കിട്ടുക. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന്. അത് ശരിയാണെന്ന് സമ്മതിക്കുന്നു. എല്ലാ ആയുധങ്ങളും ഇരുമ്പ് ആണെന്ന വാദം പോലെ. പക്ഷേ ആ അറിവ് പ്രവൃത്തി ചെയ്യാൻ അനുയോജ്യമായ ശരീരത്തോടുകൂടി പിറന്ന മനുഷ്യന് തികയുന്നില്ല. എല്ലാ ആയുധങ്ങളും ഇരുമ്പാണ്, എല്ലാ ജീവികളും ബ്രഹ്മമാണ്. ഈ ഇരുമ്പ് ഏതാകൃതിയിലാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഉപയോഗം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. ബ്രഹ്മമാകുന്ന അസംസ്കൃത വസ്തു സംസ്കരിക്കപ്പെട്ട് ഏതാകൃതിയിലാണ്, ഏതുദ്ദേശത്തിനായാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ അറിവ് കിട്ടിയാൽ ഒരറിവും പിന്നെ പ്രസക്തമല്ല. പക്ഷേ ഈ ഒരറിവ് കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് വിദ്വാൻമാർ പാത്രമറിയാതെ വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി എന്നാൽ ഒരു പാത്രമാണ്, ഒരു വ്യക്തി ഒരു പാത്രമാണ്. അതിന് ഒരു കലത്തിൻ്റെ ആകൃതിയാവാം, ഒരു ടംബ്ലറാവാം, ഒരു കുട്ടകമാകാം, ഒരു ചാക്കിൻ്റെ ആകൃതിയാവാം. ഈ പാത്രങ്ങൾക്ക് ഓരോന്നിനും അത് ഉൾക്കൊള്ളാനുള്ള വസ്തുവിൻ്റെ ആകൃതിക്കും അളവിനുമൊക്കെ നിശ്ചിതമായൊരു ഘടനയും അളവും ഉണ്ടാകും. അതനുസരിച്ച് വേണം നിറയ്ക്കാനും തെരഞ്ഞെടുക്കാനും. എല്ലാ വസ്തുക്കളും ഒരു പാത്രത്തിൽ തന്നെ കുത്തി നിറയ്ക്കുക. കുറെ കവിഞ്ഞു പോകുന്നു, നിറയാതെ കുറെ കാലി സ്ഥലങ്ങൾ അവശേഷിക്കുന്നു. ആകെ ഒരു അപൂർണത. ഇതാണ് പരിഹരിക്കേണ്ടത്. പാത്രമറിഞ്ഞ് നിറയ്ക്കണം, പാത്രമറിയണം, ഞാൻ എന്നെ അറിയണം. ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. അവൻ ഉൾക്കൊള്ളേണ്ട അറിവുകൾ വ്യത്യസ്തമാണ്. അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള വഴിയാണ് ആദ്യം പഠിക്കേണ്ടത്. അതിനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നു വ്യക്തി കുറെ ആത്മീയ കാര്യങ്ങൾ പഠിച്ചാൽ നന്നാവുമെന്ന്. ഗീത പഠിച്ചാൽ, വേദം പഠിച്ചാൽ, ഉപനിഷത്തുകൾ പഠിച്ചാൽ നന്നാവുമെന്ന്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ മാതിരിയുള്ള തൊഴിൽ വിദ്യാഭ്യാസം നേടിയാൽ ജീവിത വിജയമായെന്ന്. ഇതൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. അവനവൻ ആരാണെന്നും അവൻ്റെ ധർമ്മം എന്താണെന്നും അവൻ്റെ ജന്മലക്ഷ്യം എന്താണെന്നും അറിഞ്ഞ്
അതിനുള്ള വിദ്യാഭ്യാസവും പരിശീലനവുമാണ് അവന് കൊടുക്കേണ്ടത്. അപ്പോൾ അവൻ്റെ ആ പാതയിൽ നിന്നും വ്യതിചലിക്കില്ല. പണമോ പദവിയോ അവനെ ആകർഷിക്കില്ല. തൊഴിൽ നൽകുന്ന സംതൃപ്തി അത്രയും വലുതാവില്ല മറ്റൊന്നും. യഥാർത്ഥ കർമ്മയോഗം അവിടെ അനുഷ്ഠിക്കപ്പെടുന്നു. അപ്പോഴാണ് ജീവിത വിജയം കൈവരിക്കുക. ഹരി ഓം.